ആങ്ങളമാരും പെങ്ങളൂട്ടിയും. അതിനകത്ത് ഒരാങ്ങള ഇന്നലെ വെളിയിലിറങ്ങി. കുറച്ചു ദിവസം മുന്നേ പെങ്ങളൂട്ടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ ഈ ഒരു സാധനം ഇന്നലെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബിഗ് ബോസ് ഫാൻസിന് ഇന്നലെ നമ്മുടെ സായി കൃഷ്ണ പുറത്തു വന്നു. അപ്പൊ ഇന്നലെ രാത്രിയില് സായിയും നന്ദനയും സായിയുടെ വൈഫും സായിയുടെ ഫ്രണ്ടായിട്ടുള്ള ജിത്തും എല്ലാരും കൂടെ ഇരുന്നിട്ടുള്ളൊരു വീഡിയോ സായിയുടെ യൂട്യൂബ് ചാനലിൽ വന്നു. നല്ല റീച്ച് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമായത്, സായിനി വന്നു കഴിയുമ്പോഴത്തേക്ക് റീച്ച് അങ്ങോട്ട് വേറെ ലെവലിൽ വരും. അതേപോലെ തന്നെ നടന്നു. പക്ഷേ ആ കമന്റ് ബോക്സ് ഒന്ന് നോക്കണം നിങ്ങൾ പോയിട്ട്. നല്ല ഒന്നാം തരം ഒരു കമന്റ് ബോക്സ് ആണ് അത് സായിക്കും അറിയാം. സായി ആ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഇതിന് മുന്നേ തന്നെ നല്ല കമന്റ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സാധനം കണ്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇവൻ ഇങ്ങനെ ആളുകൾക്ക് മറ്റാളുകളെ പറ്റിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സാധനം എനിക്ക് ആദ്യമേ ഒരു സാധനം കിട്ടിയത്. ഇങ്ങനെയൊക്കെ പറ്റുമോ? അതും അവന്റെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ അവൻ മറ്റേ നല്ല ഇരുത്തി മറ്റേ ആട്ടുന്നുണ്ട്. അതൊക്കെ ഉണ്ട് അതിനകത്ത്. അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും നല്ല രസമാണ്. ഞാൻ എന്തായാലും അതിനെ പറ്റിയാണെന്നൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് കേട്ടിട്ടുണ്ടല്ലോ, അയ്യോ അതിനകത്ത് സായി ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. എന്റെ മോനെ സായി കൂടെ ഉള്ളവരൊക്കെ ഇരുന്നുണ്ട്. എന്നിട്ട് അവന്റെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സായി കൃഷ്ണ, ഞാൻ അകത്ത് സായി, ഇതാണ് ഞാൻ അങ്ങനെ ആയിരുന്നു അകത്ത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറിയപ്പോൾ ഞാൻ സീക്രട്ട് ഏജന്റ് ആവും. കാറിനകത്ത് ഞാൻ സീക്രട്ട് ഏജന്റ്, ഇനി ഞാൻ പുറത്ത് ഞാൻ സായി ആയിരിക്കും. അപ്പം സീക്രട്ട് ഏജന്റിനെ കാണേണ്ടവർ അങ്ങോട്ട് വന്ന് കാണാനാ പറയുന്നത്. കാറിനകത്ത് മറ്റേ വീഡിയോ മണ്ടന്മാര് വന്ന് കാറിനകത്ത് എന്നെ അങ്ങനെ കാണേണ്ടവർ നേരെ കാറിനകത്തിരിക്കുന്ന എന്നെ ഈ വീഡിയോ വഴി കണ്ടാൽ മതി എന്നുള്ളൊരു സാധനമൊക്കെ അണ്ണം പറയുന്നത്. നിങ്ങൾ കാണ്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓരോ കാര്യങ്ങള്. നോക്ക്, ഞാൻ ഇവിടെ വെച്ച് തരാം. നാട്ടുകാരൊരു ഗതികേടാ ഞാൻ ആലോചിച്ച് നോക്കുന്നേ. അനിയത്തിപ്രാവും ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കണ്ട് കൈയടിച്ച ആൾക്കാര് ഇവിടെ ഞാനും നന്ദനയും സിജോയും കൂടി ഉള്ള ഒരു കോംബോ കണ്ടപ്പോഴത്തേക്കും കാർക്കിച്ച് തുപ്പും. അതൊക്കെ ഹിറ്റ്, നമ്മളെ കോംബോ ഫ്ലോപ്പ്. കുറച്ച് കാട്ടുതീയായിട്ടാണ് പോകുന്നുള്ളത് ഇവിടെ കത്തിക്കാൻ വേണ്ടിട്ട്. സിജോനെ പറഞ്ഞ സിജോനെ പറഞ്ഞ ഇളകുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നാട്ടുകാർക്ക് എന്താ കുഴപ്പം? അതാ എനിക്ക് ചോദിക്കുള്ളൂ. നാട്ടുകാർക്ക് എന്താ കുഴപ്പം? ബിഗ് ബോസിലേക്ക് അണ്ണം പോയത് എന്തിനാ? ആങ്ങളാ പെങ്ങൾ സെറ്റപ്പ് ഉണ്ടാക്കാൻ, ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, മറ്റേ മനുഷ്യന്മാരുള്ള ആ ഒരു കണക്ഷൻ കിട്ടാൻ, അണ്ണനായി മാറാൻ, മറ്റേ സായി ആയിട്ട് മാറാൻ, അതിനൊക്കെ വേണ്ടി അങ്ങോട്ട് പോയത്. അല്ലാതെ ഗെയിം കളിക്കാനൊന്നും അല്ല. നമ്മൾ മണ്ടന്മാര്, നമ്മൾ വിശ്വസിച്ചു. നമ്മുടെ കുഴപ്പമാ കേട്ടാ, നമ്മുടെ കുഴപ്പമാ, സായിയുടെ കുഴപ്പമല്ല. നിങ്ങൾ ഈ കാണുന്നവരുടെയും എന്റെ ഒക്കെ കുഴപ്പമാ. നമ്മൾ വിചാരിച്ചവരതിനകത്ത് പോയി ഗെയിം കളിക്കും, നല്ല ഗെയിം കാണാം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം കളിക്കുന്ന പരിപാടിയാണല്ലോ. അപ്പൊ അത് കാണാൻ നമ്മൾ വിചാരിച്ചു. നമ്മുടെ തെറ്റ്. അവൻ പോയത് മറ്റേ സത്യസായി ബാബയായി, മറ്റേ എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവര് പറയുന്നത് കേൾക്കുമ്പോ ചിരിയാ വരുന്നത്. ഇവൻ ഈ കാണുന്നവരെ പൊട്ടന്മാരാക്കുകയാണോ? എന്റെ ചോദ്യം അതായിരുന്നു. ഇവൻ കാണുന്നവരെ പൊട്ടന്മാരാക്കുകയാണോ? ഒരു പുച്ഛമാണ് സായിക്ക്. നിങ്ങക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ അംഗീകരിച്ചില്ല അവരുടെ ആ ഒരു കോംബോയെ, നമ്മൾ അംഗീകരിച്ചില്ല. ബാംഗ്ലൂർ ഡേയ്സിലും അതുപോലുള്ള അനിയത്തിപ്രാവും ഒക്കെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അംഗീകരിച്ചു. ഇവരെ നമ്മൾ അംഗീകരിച്ചില്ല. എടാ നിനക്ക് എങ്ങനെ സായി ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നു? സായി എന്താ സായിക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല സായിക്ക് എന്താ പറ്റിയത് സീരിയസ്ലി. കാരണം ഇതൊരു സിനിമയല്ല സായി. നീ പോയത് ഇവിടെ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു ഗെയിമിലേക്കാണ് നീ പോയത്. ഗെയിം കളിച്ച് അവിടെ പ്രൈസ് മേടിക്കാൻ. നീ അത് നിനക്ക് അറിയാവോ? നീ അത് മറന്നുപോയോ? നീയാണോ വന്നിട്ട് നീ ഒരു സാധനമൊക്കെ പറയുന്നത്? എങ്ങനെ നിനക്ക് പറ്റുന്നു ഇത്? നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചില്ലെന്ന് എങ്ങനെ അംഗീകരിക്കാനാ നിന്നെ? ഞങ്ങളെ പ്രതീക്ഷിക്കുന്നത് എന്താ? ജനങ്ങളെ ഇപ്പൊ നീ പറയും നിന്റെ ഇഷ്ടമാണ്. ഓക്കെ, നിന്റെ ഇഷ്ടമാണ്. നിനക്ക് അവിടെ ഒരു ചാൻസ് കിട്ടിയപ്പോ നിന്റെ ഇഷ്ടമാണ്. എങ്ങനെ ഗെയിം കളിക്കണം, എന്ത് ചെയ്യണം, എല്ലാം ടോട്ടലി നിന്റെ ഇഷ്ടമാണ്. പക്ഷെ നീ ഈ വൃത്തികേട് കാണിച്ചില്ലായിരുന്നെങ്കിൽ നീ ഞങ്ങളുടെ എല്ലാവരെയും നോക്കണ്ട. നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ നീ നോക്കിയാൽ മതി. ഞാനും സബ്സ്ക്രൈബർ ആയിരുന്നു കൂട്ടുകാരാ. എന്നാലും വിടുക, എന്നെ നോക്കണ്ട. നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ നീ നോക്കുക. എല്ലാരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു സാധനം നിനക്ക് ഇത്ര. നീ തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന യൂട്യൂബാണ്. ഈ യൂട്യൂബിൽ യൂട്യൂബിൽ എങ്ങനെ നിനക്ക് കാശ് കിട്ടുന്നു? മറ്റുള്ളവർ കാണുമ്പോൾ ആ മറ്റുള്ളവരോട് ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഇച്ചിരി, ഒരു 0.1% നിനക്ക് വേണ്ടേ? അവരെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? നിന്റെ ഒരു നല്ല ഗെയിം. അതൊരു ഒരു പെർസെന്റേജ് നിനക്ക് അത് റിട്ടേൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പന്ന സായി നീ പിന്നെ എന്തിനാണ് നീ ഇതും തുറന്നു വെച്ച് നാട്ടുകാരുടെ ഫ്രണ്ട് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ല. ഈ കാണുന്നവരോട് ഒരു പെർസെന്റേജ് നിനക്കൊരു സാധനം വേണ്ടടാ. അതും പറ്റത്തില്ല. എല്ലാം എന്റെ ഇഷ്ടത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്ലി ഐ ആം ആസ്കിങ് യു വൺ തിങ്. ആർ യു എ ഹ്യൂമൻ? നീ മനുഷ്യനാണോ? നിനക്ക് മനുഷ്യന്റെ ഫീലിങ്സ് ഉണ്ടോ? നിനക്ക് മറ്റേ നീ പറയുന്നുണ്ടല്ലോ നീ സായി ആയി, നീ ഇതാണ്. എനിക്ക് തള്ളലായിട്ടാണ് തോന്നുന്നത്. കാരണം അങ്ങനെ നീ ഒരു നല്ലൊരു മനുഷ്യനായിട്ട് നീ മാറിയിട്ടുണ്ടെങ്കിൽ നിന്നെ
എക്സ്പെക്ട് ചെയ്ത ആൾക്കാരുടെ, നിനക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ, നിനക്ക് കഴിക്കാനുള്ള അരി ഈ കിട്ടുന്നത് മൊത്തം യൂട്യൂബിൽ നിന്നാണെന്ന് നീ തന്നെ പറയുന്നുണ്ട്. അത് കിട്ടാൻ കാരണം ഈ കണ്ടോണ്ടിരിക്കുന്നവര് അവരുടെ ഒരു എക്സ്പെക്ടേഷൻ, ഒരു 0.1% നിനക്കത് നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? അത് നിനക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഒരു യൂട്യൂബർ ആണ് നീ എങ്കിൽ സായി, യു ആർ അട്ട ഫെയിലിയർ ആണ് നീ. സീരിയസ്ലി ഞാൻ പറയാം, നീ ഒരു അട്ട ഫെയിലിയർ ആണ്. നീ ഇപ്പോഴും നീ പറയുന്നത് എന്താ? നിന്റെ ഇഷ്ടം ആയിക്കോ, നിന്റെ ഇഷ്ടം. പക്ഷെ ഞാൻ ചോദിച്ചത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക, കാണുന്നവരും സായിയും. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം അതാ. ബാക്കി പിന്നെ ഇവിടെ വേറൊരു സാധനം രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളത് മൈൻഡ് അടിക്കുന്നില്ല. അനിയത്തിപ്രാവും മറ്റേത് വന്നിട്ടുള്ളത് പുതിയ പാട്ട് ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങളുടെ ബോണ്ട് ഞങ്ങൾ ഇനി വളർത്തും. ആ പേര് കിട്ടി, ഇനിയിപ്പോ നമുക്ക് കൂടി വളർത്താം മാങ്ങളെ. അല്ലെ അഭിലാഷേട്ടാ? വളരെ നല്ല തട്ടു. അത് സായി അപ്പം കൂട്ടുകാരൻ രാവിലെ തൊട്ടൊന്ന് നന്ദനയായിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഉടനെ സായിക്ക് ആ ഒരു സാധനം പൊട്ടിയല്ലേ, ഇവിടെ എന്തോ ഒരു സാധനം വളരുന്നു, അങ്ങനെയൊക്കെയാ പറയുന്നത്. ഇത് ഈ ഒരു തവണ മാത്രമായിട്ടാണെങ്കിൽ ഇപ്പം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു തവണ മാത്രമേ അവനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോമഡി, ഞാനും അങ്ങനെ എടുക്കത്തുള്ളൂ. തമാശയ്ക്ക് നമ്മൾ കൂട്ടുകാരെ കളിയാക്കത്തില്ല, അത്ര ഉള്ളതെന്ന് വിചാരിക്കും. ഈ വീഡിയോ തീരുമ്പോഴും അവിടെ ഇരിക്കും, ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ 2-3 പ്രാവശ്യം കളിയാക്കുന്നുണ്ട് ഈ ഒരു സാധനം. അതെന്താ, നീ അത്ര നല്ല മാന്യനായതുകൊണ്ടാണോ? അല്ലെങ്കിൽ നിന്നെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് പ്രശ്നം, നിനക്കെന്തും പറയാം, ആ ഒരു സാധനമാണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ നന്ദന എന്ന് പറയുന്നത് ഇപ്പം ജിത്തുബായിയെ കണ്ടപ്പോഴും ആങ്ങളാ പെങ്ങള്, ആരെ കണ്ടാലും മറ്റേ ആങ്ങളയാക്കാൻ നടക്കുക. ഒരു ദിവസം രാവിലെ കണ്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്തു. ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്തു, രാവിലെ കണ്ടു, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എൻ്റെ ചേച്ചിയാണ് അവള്, എൻ്റെ അനിയത്തിയാണ് അവള് എന്ന് പറയുന്നതിനകത്ത് എന്താണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് മണിക്കൂർ കൊണ്ട് മാത്രം നമുക്ക് ഒരാളെ മനസ്സിലാക്കി അയാളെ നമുക്ക് പെങ്ങളാണ്, ചേച്ചി അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. പെട്ടെന്ന് ചിലപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പം 2 മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അവൾ എന്റെ പെങ്ങളെ പോലെ എന്ന് പറഞ്ഞ് ആജീവനാന്ന് കൂടെ കൊണ്ട് നടക്കാൻ പറ്റും. എനിക്കറിയത്തില്ല, ചിലപ്പോൾ അങ്ങനെ പറ്റുമായിരിക്കും, എനിക്കറിയത്തില്ല. എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊക്കെ ഒരാളെ നമ്മൾ കൂടെ കൂട്ടണമെങ്കിൽ, ആസ് എ ഫ്രണ്ട് കൂടെ കൂട്ടണമെങ്കിൽ കുറെ നേരം സംസാരിക്കും ആൾക്കാരോട്. പക്ഷെ ഒരാളെ നമ്മൾ കൂടെ കൂട്ടി നമുക്ക് ഒരു ലൈഫ് ലോങ് നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരിക്കണമെങ്കിൽ നമ്മളൊന്നുകൂടെ അവരെ ഒബ്സർവ് ചെയ്യണം. അല്ല ചുമ്മാ റോട്ടിൽ കൂടെ പോകുന്ന ഒരാളെ കണ്ട് കുറച്ചു നേരം സംസാരിച്ച് ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? ബാക്കി അപ്പൊ ഇനി പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്താണ് സ്നേഹ ജിത്തു, നിങ്ങളുടെ ഒരു ചോദ്യങ്ങളായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്യേണ്ടത്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ സ്നേഹയ്ക്കും ജിത്തുബായിക്കൊക്കെ അറിയുന്ന കേസാണ്. ജിത്തുബായിക്ക് അച്ഛനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയുന്നതാണ്. സ്നേഹയേക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ജിത്തുബായിനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നേഹം ഓബിയസ്ലി ഞാനും സ്നേഹയും തമ്മിലുള്ള ടേംസ് എന്തെങ്കിലുമൊക്കെ സ്നേഹം അതുകൊണ്ടാണ് സായി കൃഷ്ണൻ എന്ന് പറയുന്നത്. അതായത് ഞാനായ ഒരു കാര്യം വേറെ ഒന്നുമില്ല. എനിക്കതിൽ ഇനിയിപ്പോൾ എന്താ പറയുക, ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ എതിർത്താലും എനിക്കതിലൊരു മുമ്പ് ഓക്കെ. ഇനി ഞാൻ എന്ന് പറഞ്ഞ ആ സാധനത്തിൻ്റെ മുകളിൽ നിന്നാണ് എനിക്ക് നാളെ ചെയ്യുന്നത്. അപ്പോ ഇതാണ് സായി കൃഷ്ണന്റെ ഒരു മെന്റാലിറ്റി, നല്ല മെന്റാലിറ്റി കേട്ടോ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാര് തെറ്റാണെന്ന് പറഞ്ഞാലും വിമർശിച്ചാലും അവനൊരു പുല്ലുമില്ല. ഇതാണ് അവൻ പറയുന്നത്. നിന്റെ സായിയുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ്. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ സായിക്ക് പുല്ലാണ്, അത്ര തരുന്നുള്ളൂ, നിങ്ങൾക്ക് അത്ര വില തരുന്നുള്ളൂ അവൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ ഒരു 10 പേര് പറഞ്ഞു, 15 പേര് പറഞ്ഞു, 20 പേര് പറഞ്ഞു, മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വൈ ഷുഡ് യു മൈൻഡ് ദാറ്റ്? മറ്റുള്ളവർ പറയും, സത്യമാണ്, മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഒരുപാട് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ നിന്നെ ഒന്ന് വിമർശിക്കുമ്പോൾ അതിനെ ആ രീതിയിലെടുത്ത് തെറ്റുപറ്റി, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് അങ്ങനെ അല്ലായിരുന്നു കളിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം സമ്മതിക്കാൻ സായി നിന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നീ സീക്രട്ട് ഏജന്റും അല്ല, നീ റിയൽ ലൈഫ് സായി കൃഷ്ണനും അല്ല, നീ ഒരു കള്ളനാണ് സായി. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ നീ പറയുന്നത്? അത്രയും പേരെ എനിക്ക് പുല്ലാണെന്ന്. എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു നിന്നോട്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് നീ ജീവിക്കാൻ അങ്ങനൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു വിമർശനം, ഇത്രയും ആളുകൾ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ
എന്തെങ്കിലും ആ പറയുന്നതിനകത്ത് ഒരു ശരിയുണ്ടോ, എന്റെ ഭാഗത്ത് എപ്പോഴെങ്കിലും ഒരു പിഴവ് പറ്റിയോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി നിനക്കില്ലെങ്കിൽ ഓക്കെ, നീ അതൊന്നും ചെയ്യണ്ട. പക്ഷെ ഇങ്ങനെ നിന്റെ നിന്റെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം, നിന്റെ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് അതിനെ വെറും ഒരു പുല്ല് മൈൻഡിലേക്കൊക്കെ തള്ളിക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. എന്നെ കൊണ്ട് അത് ഞാൻ വേണ്ട, അത് പറയുന്നില്ല, ബാക്കി വീഡിയോ കാണും. അല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എന്താ പറയാ, എനിക്ക് ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും ഫാമിലിന്റെ അടുത്താണെങ്കിലും ഒക്കെ അങ്ങനെയെന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ അല്ലാതെ നമ്മുടെ ഇടയിൽ നമ്മൾ അത്ര ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന പോലെ നമുക്ക് അനുഭവിച്ചിട്ടില്ല. അനുഭവിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളല്ല പ്രശ്നം, എനിക്ക് ആസ് എ പേഴ്സൺ ഞാൻ ഈ സംഗതി ഞങ്ങൾ ആ സായി കൃഷ്ണൻ എന്നുള്ള രീതിയിൽ അതെ. നിങ്ങളെന്താ നിങ്ങൾ സായി കൃഷ്ണൻ എന്നൊക്കെ മാറിയിട്ട് ലേറ്റർ ഓൺ നിങ്ങൾക്ക് എന്താ അറിയോ, ഞാനൊരു സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സാധനത്തേക്ക് തന്നെ ആയിപ്പോയി. എനിക്ക് നിങ്ങളൊക്കെ വർത്താനം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു അഭിയോ അല്ലെങ്കിൽ പണ്ട് വർത്താനം പറയുന്ന പോലെ അല്ല എന്നോട് നിങ്ങളൊന്നും വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈവൻ സ്നേഹയാണെങ്കിൽ പോലും ആ ഒരു ഞാനും സ്നേഹയും കല്യാണം കഴിച്ച് ലൈക്ക് അതിന്റെ മുമ്പുണ്ടായിരുന്ന ഒരു പ്രേമിച്ച സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ, നമ്മളെ വാവവിളിയും കാര്യങ്ങളും ഒന്നുമില്ല, അതൊക്കെ പോയി ചത്ത്. കണ്ണാപ്പി. അപ്പോ ജിത്തുഭായ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, സായിയുടെ ഫ്രണ്ടാണ്. സായി പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് അത്ര വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും പുള്ളിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ സായിക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് സായി പറയുന്നത്. ആയിക്കോട്ടെ, സായിയുടെ മെന്റാലിറ്റിയിൽ സായിക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നായിരിക്കാം. ആ ബുദ്ധിമുട്ട് മാറ്റാനുള്ള ഒരു സ്ഥലമാണോ സായി ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടേക്കാണോ നീ അതിന് പോകേണ്ടത്? എന്റെ ചോദ്യം അതാ. നിനക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകായിരുന്നല്ലോ, ചെയ്യായിരുന്നല്ലോ. അപ്പൊ ആളുകളെ മണ്ടന്മാരാക്കണം നിനക്ക്. നിന്റെ മെന്റാലിറ്റിയിൽ അങ്ങനെയാണോ? എനിക്ക് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു എന്തെങ്കിലും നല്ലൊരു റീസൺ നീ പറ, നമുക്ക് മനസ്സിലാവും. പിന്നെ അവൻ പറയുന്നത് സ്നേഹമായിട്ടുള്ള ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട്, പണ്ട് ഞങ്ങൾ മറ്റേ വാവേ മുത്തേ ഇങ്ങനെയൊക്കെ വിളിക്കുമായിരുന്നു, ഇപ്പൊ അതില്ല. അതാണ് അവന്റെ അടുത്ത പ്രശ്നം. സായി, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ കല്യാണം കഴിച്ചൊരു വ്യക്തിയൊന്നുമല്ല, പക്ഷെ എന്റെ ഒരു തോട്ടാണ്, എപ്പോഴും ഒരാളെ നമ്മൾ കല്യാണം കഴിച്ച് കൂടെ നിർത്തിയാലും എന്നും അയാളോട് മറ്റേ വാവേ മുത്തേ ഇതും വിളിച്ച് എല്ലാ ദിവസവും അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു തരിക. എന്നും അങ്ങനെ തന്നെ വേണം എന്നാണോ നീ പറയുന്നത്? അപ്പൊ നിനക്കൊരു ലൈഫിൽ ഒരു ചേഞ്ച് ഒന്നും വേണ്ടേ? സ്നേഹയുടെ ഒരു പാത്തൊന്നും ഇല്ലേ? നിനക്ക് നിന്റെ ഒരു വഴിയൊന്നും ഇല്ലേ? നീ നിന്റെ വഴിയാണ് തിരഞ്ഞെടുത്തത്. ഈ ഒരു സാധനം ഒരു യൂട്യൂബിൽ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. സോ അത് നിന്റെ ഒരു വഴിയാണ്. നീ അതിനെ അങ്ങനെ മനസ്സിലാക്കാതെ അത് തെറ്റാ, ഞാൻ ആ ഒരു വഴി പോയപ്പോ സ്നേഹയുടെ മറ്റേ മുത്തേ സ്വത്തെ വിളിക്കാൻ മറന്നുപോയി. എന്താണ് സായി നീ പറയുന്നത്? എന്താ നീ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ റീസൺ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെയാണോ ഒരു റീസൺ നീ പറയുന്നതിന്? നീ അവിടെ ഈ കാണിച്ചു കൂട്ടിയാനുള്ള റീസൺസ് ആണോ നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നീ ഈ ഒരു കാര്യം ചെയ്തപ്പോ അതിന്റെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ വൈഫിനെയൊക്കെ കുറച്ചും കൂടെ നീ പണ്ടത്തെ പോലെ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റണം. നീ എപ്പോ പറയും ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നീ അതിനകത്ത് പോയി ഇനിയും തൊട്ട് നീ അങ്ങനെ ചെയ്യും. എങ്ങനെ നീ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ? ഒരു ഡൗട്ടാണ് എന്റെ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നീ വീണ്ടും സീക്രട്ട് ഏജന്റായി ഇതിനകത്ത് കയറിയിരുന്ന് സാധനം റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴും നേരത്തുള്ള നീ തന്നെ ഇപ്പോഴും ചെയ്യാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നീ നേരത്തെ എടുത്ത അതേ എഫേർട്ട് വീണ്ടും എടുക്കണം. അപ്പൊ നിനക്ക് എപ്പോഴും അതേപോലെ തന്നെ മറ്റേ സ്നേഹയുടെ പുറകെ നടന്ന് മുത്തേ സ്വത്തേ വാവേ നടക്കത്തില്ല. അതാണ് ജീവിതം, അതാണ് ലൈഫ്. അത് നിനക്ക് മനസ്സിലാകാൻ ഇത്രയായിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ യു ആർ എ ബിഗ് ഫെയിലിയർ. ശരിക്കും 24 മണിക്കൂർ ചെയ്തോണ്ടിരിക്കാനല്ല പറയുന്നത്. ഇടയ്ക്ക് ഗ്യാപ്പ് എടുത്ത് നീ എങ്ങോട്ടേലും പോ നിന്റെ വൈഫിനെ കൊണ്ട്. അപ്പം നിനക്ക് കിട്ടും നിനക്ക് മറ്റേ പഴയ സാധനം. മനസ്സിലായില്ലേ? 24 hours ഈ പ്രാന്ത് പിടിച്ച അത് മോനെ, അത് നമ്മളൊക്കെ ചെയ്തതാ. ഞാനൊന്നും 24 മണിക്കൂർ ഇതിന്റെ പുറകെയല്ല. എനിക്കൊക്കെ എന്റെ പേഴ്സൺ, നീ അത് വിട്ടുപോയത് ചിലപ്പോ നീ ചിലപ്പോൾ അതായിരിക്കും മാറ്റാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് മാറ്റാൻ വേണ്ടി പോകേണ്ട ഒരു സ്ഥലമല്ല ബിഗ് ബോസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നീ പിന്നെ വേറെ കുറെ കോൺട്രവേഴ്സിന്റെ ഇടയ്ക്കുണ്ടായിരുന്നു, നീ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. മറ്റേ ഫ്ലഷ് അടിക്കാൻ പഠിച്ചതും പാത്രം കഴുകാൻ പഠിച്ചതും ഒക്കെ അവിടെ ചെന്നിട്ടാണ് നാട്ടുകാർ കേട്ടാ കൂവുന്നില്ല. ഇതിനൊക്കെ നിനക്ക് എന്ത് നീ പറഞ്ഞു നിൽക്കുമെന്ന് നീ പറയാൻ പോകുന്നത്? ചിലപ്പോൾ നിനക്ക് പറഞ്ഞു കേൾക്കാൻ പറ്റും. നീ മാനിപ്പുലേറ്ററിന്റെ ഉസ്താദാ. നീ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുന്നില്ലേ? നീ നിന്ന് തള്ളുന്നി, ഇല്ലെങ്കിൽ നീ മറ്റേ പുച്ഛിച്ചു വിടും നാട്ടുകാരെ. അതേ നിനക്ക് പറ്റുള്ളൂ. നിന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞ് അത് ചെയ്യും. യു ആർ ഡൂയിങ് ദാറ്റ്. അത് ഈ കണ്ടവർക്ക് ഇത്തിരി തലയുള്ളവർക്ക് മനസ്സിലായി കാണും. ഇല്ലാത്തവർ ചിലപ്പം പൊക്കി പിടിച്ച് കിടക്കട്ടെ, എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. പക്ഷെ എനിക്കിത് പറയാനുള്ള ഒരു അവകാശം ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം നിന്റെ ഈ വീഡിയോസ്, ഈ ഒരു പരിപാടിയിലേക്ക് ഞാനൊക്കെ വരുന്ന നിന്റെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടാണ്. റിയാക്ഷൻ പരിപാടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്കും ഇഷ്ടപ്പെട്ടു. നിന്നെ ഇന്ന് ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട വരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ. നിനക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, നമ്മൾ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്, ചാറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വിഷയത്തെ പറ്റി സംസാരിച്ച്. ഇന്ന് വേണമെങ്കിൽ ഞാൻ ആ വിഷയം വീണ്ടും ഇപ്പോഴും ഞാൻ പറയും.
കാരണം അതൊക്കെ തേഞ്ഞു വാഞ്ഞു പോയി. അമൽ ജ്യോതി കോളേജിൽ ഒരു പെൺകുട്ടി മരിച്ച ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ എല്ലാവരും മറന്നുപോയി. ഇങ്ങനെ പലരും മറന്ന സമയത്ത് ഞാനൊക്കെ അന്ന് തുടങ്ങുന്നതേ ഉള്ളൂ വീഡിയോ ഒക്കെ ഇട്ട്. അതിനുശേഷം എനിക്കൊരു 4-5 മാസം പിന്നെ വൈറേഷൻ കിട്ടി. ഞാനന്ന് 2-3 വീഡിയോ ഇട്ട്, ആരും കാണാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് സായി നന്നായിട്ട് ചെയ്തു. 1-2 വീഡിയോ സായി അതിനെപ്പറ്റി ചെയ്തു. സായി നിർത്തി കളഞ്ഞു. അന്ന് ഞാൻ സായിയോട് പേഴ്സണലി ഞങ്ങൾ കമന്റ് ബോക്സിൽ സംസാരിക്കുമായിരുന്നു. ഞാൻ സായിയോട് ചോദിച്ചിട്ടുണ്ട്, സായി കുറച്ചും കൂടെയൊക്കെ ചെയ്യൂ, എന്തിനാണെന്ന് മറന്നു കളഞ്ഞത്. അന്ന് സായി എന്നോട് പറഞ്ഞൊരു കേസുണ്ട്, എടാ എനിക്കൊക്കെ നീ വിചാരിക്കുന്ന കണക്കല്ല, എനിക്ക് ഇപ്പൊ തന്നെ കുറെ കേസുകളുണ്ട്, ഇനി എനിക്ക് കേസുകൾ കൂടും, എനിക്ക് അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടാൻ പറ്റത്തില്ല എന്നാണ് സായി എന്ന് പറഞ്ഞത്. അന്നും ഞാൻ വിചാരിച്ചു ഓക്കെ ചിലപ്പം സത്യമായിരിക്കാം, വെറുതെ പുള്ളിയുടെ ലൈഫ് എന്തിനാ പുള്ളി കളയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു പരിപാടി കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. അത് കേസിനെ പേടിച്ച് മാറിയിരിക്കാമെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് ആണെങ്കിൽ ഇറങ്ങേണ്ട കാര്യമില്ല ഈ ഒരു പരിപാടിക്ക്. ഓക്കെ, ഇതിപ്പോ ഇന്നത്തെ സായിയുടെ ആ ഒരു പരിപാടിയൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്, സായിയുടെ കാര്യത്തിന് വേണ്ടി മാത്രം കുറെ കാര്യങ്ങൾ ചെയ്യുന്നതാ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റ് ആരോടും ഇല്ല. അറ്റ്ലീസ്റ്റ് ഞാൻ അത് വേണമെന്ന് ഞാൻ എന്തായാലും പറയും. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണം സായി, പ്രത്യേകിച്ച് നിന്റെ സബ്സ്ക്രൈബേഴ്സിനോട് നിനക്കത് വേണം. ഞാൻ ആദ്യമേ അതിനുള്ള റീസൺ പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും ഞാൻ പറയുന്നില്ല. ബാക്കി നമുക്ക് വീഡിയോ കാണാം. കൂടുതൽ കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ട. ഇനിയിപ്പോൾ നാട്ടുകാർക്ക് സീക്രട്ട് ഏജൻറ്റിനെ കണ്ടേ പറ്റുന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ കുത്തി കയറിയിട്ട് വീഡിയോ കണ്ടാൽ മതി. എന്നിട്ട് പണ്ടത്തെ പോലെ തന്നെ തെറി വിളിച്ച് അല്ല, എനിക്ക് ആ പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു ചേഞ്ച് ചെയ്യണം, അത് ഭീകരമാണ്. ഭയങ്കര ചേഞ്ച് എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ കുത്തിക്കേറിയിരുന്ന് കണ്ടോളാൻ ഇങ്ങനെയാണോ സായി? നമ്മളൊക്കെ പോട്ടെ, നിന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരോട് നീ പറയുന്നതിനകത്തൊരു അത് അങ്ങനെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. നിന്റെ സബ്സ്ക്രൈബേഴ്സും കൂടെ ഇത് കാണുന്നുണ്ട്, അവരോടാ നീ പറയുന്നത്. ഇത് വേണമെങ്കിൽ കുത്തിക്കയറിയിരുന്ന് കണ്ടോ, അങ്ങനെ എന്നെ കാണേണ്ടവർക്ക്. നമ്മള് താല്പര്യമില്ല മോനെ, ഇനി നിന്റെ ഈ കുത്തിക്കയറിയിരുന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല കേട്ടോ, അതിന്റെ ആവശ്യമില്ല. നിന്റെ ഇങ്ങനത്തെ ചില സാധനങ്ങൾ കേൾക്കുമ്പോഴാണ് ഒരു പൊളി പൊളിയുന്നത്. കുത്തിക്കയറിയിരിക്കേണ്ട കാര്യമില്ല. What the hell are you talking, man? Seriously? നീ വേറെ ആരോ ആയിപ്പോയി. നീ സായി അല്ല, നീ സീക്രട്ട് ഏജന്റും അല്ല. നിനക്ക് അഹങ്കാരം മൂത്തുപോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. കുത്തിക്കറിയിരുന്ന് കണ്ടോളാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല കൂട്ടുകാരാ നമുക്ക് കേട്ടോ. നിന്റെ കുത്തിക്കറിയിരുന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. നീ മാത്രമല്ല ഇവിടുത്തെ മറ്റേ കാര്യങ്ങളെല്ലാം റിയാക്ട് ചെയ്ത് പുറത്തേക്ക് വിടുന്നതും. അതേപോലെ നീ പറയുന്നത് മാത്രമൊന്നും ആയിരിക്കണം സത്യം എന്ന് നീ വിശ്വസിച്ചോ, പക്ഷെ അത് നമ്മളെ കൊണ്ട് ഇനി പറ്റത്തില്ല. നീ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുക, നടക്കത്തില്ല. അതുപോലെ തന്നെ അതിഭീകര ചേഞ്ചാണ് അവൻ അതിനകത്തുനിന്ന് വന്നതെന്ന്. അവന് വന്ന ചേഞ്ച് അവൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ഇതിനൊക്കെ മുമ്പ് അവൻ ഫ്ലഷ് നേരത്തെ പറഞ്ഞു പാത്രം കഴുകാനും നല്ല ചേഞ്ചാ. വീട്ടിൽ നിന്നും ആ കാറിൽ നിന്നും കുറച്ച് ദിവസം ഇറങ്ങിയിട്ട് ഒരു 10 ദിവസം ഇറങ്ങിയിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് ട്രാവൽ ചെയ്യണം. അപ്പൊ നീ പഠിക്കും കുറെ കാര്യങ്ങൾ. ഈ ഫ്ലഷ് ചെയ്യാതെ ഇറങ്ങി പോകുന്നതിന്റെയും അതൊരു വീട്ടിലെ കുഞ്ഞായി അതിനകത്ത് ഇരുന്നു പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിനക്ക് കുറെ കാര്യങ്ങൾ ലൈക്ക് നിനക്ക് പുറത്തെ കാര്യങ്ങൾ നീ ഈ വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് നീ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാനും പോയി തിരിച്ചു വന്ന് ഇങ്ങനെ ഇരുന്ന് തോണ്ടി ഇവിടെ നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടും ബാക്കി കാര്യങ്ങളും ഒക്കെ നീ ഇരുന്ന് ചിന്തിച്ച് അതിനെപ്പറ്റി നിനക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഈ പൊതുസമൂഹത്തിൽ നടക്കുന്ന ലൈക്ക് പുറത്തു പോയി ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ എങ്ങനെ, അല്ലെങ്കിൽ ഒരു ടെന്റ് ഒരു ക്യാമ്പ് നടക്കുന്ന ഒരു സ്ഥലത്ത് പോയി എങ്ങനെ ജീവിക്കണം നിനക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് ട്രാവൽ, ഒരു KSRTC ബസ്സിൽ നീ ട്രാവൽ ചെയ്ത് നോക്ക്, അപ്പം നീ കുറെ കാര്യങ്ങൾ പഠിക്കും. ഇതൊന്നും നിനക്ക് അറിയാൻ ചാൻസ് ഇല്ല. നിനക്ക് പുറത്തേക്ക് ഇറങ്ങണം കേട്ടാ. ബാക്കി പറയണ്ടേ, പിന്നെ കമന്റ് ബോക്സിലൊക്കെ നിർത്തി പോടാ, നീ സീക്രട്ട് ഏജന്റ് ആവുമ്പോൾ കാറ് കിട്ടിയാൽ മാത്രമേ നിനക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ള കമന്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. അങ്ങനെ കമന്റ് ഇടുന്നവരോടാണ് പറയാനുള്ളത്. ഈ ഒക്കെ മറ്റേ കോട്ട മൈതാനത്ത് മൈക്ക് വെച്ചിട്ടാണല്ലോ പിന്നെ അതൊക്കെ പറയാനുള്ളത് പറയാം. അതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. അപ്പൊ സീക്രട്ട് ഏജന്റ് പ്രൊഫൈലിൽ വീഡിയോസിലേക്ക് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. എനിക്കെന്റെ പെർസ്പെക്റ്റീവ് പറയാം, എനിക്കെന്റെ പെർസ്പെക്റ്റീവ് പ്രസന്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ എങ്ങനെയും ചെയ്യും. കാരണം എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ഇതാണ്. അല്ലാതെ നാളെ നാട്ടുകാർ രാവിലെ വഴിക്ക് വീഴ്ച കഴിഞ്ഞിട്ട് അയ്യോ സീക്രട്ട് ഏജന്റ് വീഡിയോയിൽ നിർത്തിയില്ലോ, അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് അരിയും ചിക്കനും കോഴിയും കൊടുക്കട്ടെ, അത് നാട്ടുകാർ എനിക്ക് എടുത്ത് തരുമെങ്കിൽ അതൊന്നും കിട്ടില്ലല്ലോ. പണി കിട്ടാൻ തന്നെ എനിക്ക് വരുമാനമുണ്ടാകുമോ ആ പണി. കോട്ട മൈതാനത്ത് മൈക്കും വെച്ചൊന്നും അല്ല ചേട്ടാ, ചേട്ടൻ കാണിക്കുന്ന പോലൊക്കെ തന്നെ നമ്മളും കാണിക്കുന്നത്. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട് ചേട്ടൻ ഇല്ലാത്തത്, നമ്മളൊക്കെ പറഞ്ഞ കാര്യത്തിൽ ഒന്ന് ഉറച്ചു നിൽക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യത്തിനകത്ത് തെറ്റുണ്ട്, തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെയും ആ തെറ്റിനെ ന്യായീകരിക്കാനും നിന്നിട്ട് ഉരുണ്ട് കളിക്കാനും നിൽക്കാറില്ല.
തെറ്റ് പറ്റി, മനുഷ്യനാണ്, തെറ്റ് പറ്റും. തെറ്റ് പറ്റിയാൽ അംഗീകരിക്കാനുള്ള ഒരു മനസ്സൊക്കെ നമുക്ക് എല്ലാവർക്കും, ഞാൻ കണ്ട അത്യാവശ്യം ബാക്കിയുള്ളവർക്കും ഉണ്ട്. പക്ഷെ തനിക്കതില്ല. മനസ്സിലായോ? അതാണ് താനും ബാക്കിയുള്ളവരും തമ്മിലുള്ള ഡിഫറൻസ്. താൻ നിന്ന് മറ്റേ തള്ളി 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 നിൽക്കാൻ നോക്കും. ഇപ്പൊ ഇറങ്ങിയിട്ടോ അതാണല്ലോ കാണിക്കുന്നത്. അതുപോലെ തന്നെ താൻ പറയുന്ന മറ്റേ കാര്യം എന്താണ്, താൻ മറ്റേ തന്റെ വൈഫ് പറയുന്നുണ്ടല്ലോ, എന്താ കമന്റ്സ് വന്നു താൻ ഇനി ബിഗ് ബോസിനെ റിവ്യൂ ചെയ്യരുതെന്ന്. താൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് താൻ ഒരു കാര്യം പറയുന്നുണ്ട്, താൻ മറ്റേ എന്താ സിജോയുടെ ഭയങ്കര മറ്റേ സെറ്റപ്പാണ്, ഞങ്ങളുടെ സിജോയെ പറയരുത്. നമ്മൾ കണ്ടതും അതിനകത്ത് എന്താന്ന്. അപ്പൊ താൻ ഇനി ഈ ഒരു സീസണിലെ താൻ എപ്പിസോഡിനെ റിവ്യൂ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ താൻ മറ്റേ പൊക്കി അടിക്കും. സിജോ മറ്റേ വേറെ ലെവൽ. ഇവിടെ PR കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ താൻ ചെയ്യാൻ പോകുന്നുള്ളൂ. അത് വേറെ ഒന്നുമില്ല. അങ്ങനെ എടുക്കുള്ളൂ ബാക്കിയുള്ളവര്. മനസ്സിലായോ? അങ്ങനെ എടുക്കുള്ളൂ ബാക്കിയുള്ളവർ. അതുകൊണ്ടായിരിക്കും കമന്റ്. എനിക്കതാ പറയാനുള്ളത്. അതുകൊണ്ട് താൻ ഈ പരിപാടി ഈ സീസണിൽ അറ്റ്ലീസ്റ്റ് താൻ ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ താൻ അങ്ങനെ ചെയ്യാന്ന് എല്ലാവരും വിചാരിക്കുള്ളൂ. താൻ എന്തായാലും പോയിരുന്നാലും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ബാക്കിയുള്ളവരെ അടിച്ചമർത്തി അതിനകത്ത് ഒരു ഗെയിമും ഇല്ല. ഒന്ന് തനിക്ക് ഇത്തവണത്തെ ചെയ്യാനുള്ള ബ്രെഡ് ആൻഡ് ബട്ടർ ഒക്കെയാണ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞില്ലേ, ബ്രെഡ് ആൻഡ് ബട്ടർ തരുന്ന ജനങ്ങളോട്, കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് ഇത്തിരി മാന്യത വേണം. അത് തനിക്കില്ല, അത് തനിക്ക് പോയി. അതുകൊണ്ട് തന്നെ താൻ ഈ ഒരു സീസണിൽ ഇരുന്ന് കഴിഞ്ഞാൽ തനിക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി ഇല്ല കൂട്ടുകാർ. അതുകൊണ്ടാണ് ഈ സീസണിൽ, അടുത്ത സീസൺ വന്നിരുന്ന ഇതിന് മുന്നേ ചെയ്തതാണല്ലോ, ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ടാണല്ലോ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചത്. നീ ഇത്തവണ പോകുമ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി. അതിനകത്ത് കയറി ചെല്ലുമ്പോൾ ബാക്കിയുള്ളവർ വിശ്വസിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, ഞാനത് പറയുന്നില്ല. പോട്ടെ നമ്മളൊക്കെ വിശ്വസിച്ചു പോയണം. അതിനകത്ത് എന്ന് കഴിയുമ്പോൾ എന്തൊക്കെയോ അടിച്ചു മരത്തി കാണിക്കുമെന്ന്, അതില്ലാന്ന് കാണിച്ചു. പിന്നെ ഇത്തവണത്തെ എന്ത് ചെയ്യാനാ? താൻ പോയിട്ട് താൻ ഇത്രയും കുളമാക്കി വന്നെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ പിന്നെ തനിക്ക് എന്താണോ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി, അത്രയും ചോദിക്കുന്നുള്ളൂ. തനിക്ക് ചെയ്യാം, തന്റെ ചാനലാണ്, തനിക്ക് ഇഷ്ടമുള്ള ചെയ്യാം. കുളിക്കുന്ന വീഡിയോ വരെ തനിക്ക് ഇടായിരിക്കും ചിലപ്പോ. അത് വേറെ വയലേഷൻസ് ഒന്നും ഇല്ല കേട്ടോ, എനിക്ക് അറിയത്തില്ല. അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ആ ഫ്ലോയ്ക്ക്. പക്ഷെ ഇത്തവണത്തെ താൻ ചെയ്യുന്നതിന് തന്റെ ഇഷ്ടമാണ്. പക്ഷെ ഒരു വിലയില്ല എന്നാ തനിക്ക്, ഒരു വില ഇല്ലാതായി പോകുന്നു എനിക്ക്. അല്ലെങ്കിൽ തന്നെ ഇല്ല, നീ ബാക്കിയും കൂടെ പോകും. താൻ വന്നിരുന്ന് മറ്റേ വലിയ വീരവാദം ഇനി പറയാൻ പോയാ, അവരെ കുറ്റം പറയാൻ പോയാ മെയിൻലി. ബാക്കി അല്ല അത് മെയിൻ സാധനം, ഒരു സാധനം ക്ലിയർ ആക്കണ്ട്. ഈ പണപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നാണെങ്കിലും ഞാനത് ഫണ്ണായിട്ട് എടുക്കുന്നുള്ളൂ. ബട്ട് ഫൺ അപ്പാർട്ട് ഞാനൊരു കാര്യം പറയുന്നത്, മണി ബോക്സ് എടുത്ത് ഇറങ്ങുക എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഡിസിഷൻ എൻ്റെ തലയിൽ പോയത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു നേരം കൊണ്ട് വന്ന സംഗതിയൊന്നുമല്ല. ആ ടോക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു 2 ആഴ്ചയായിട്ട് അവിടെ നടക്കുന്നുണ്ട് ആ ടോക്ക്. അതിൻ്റെയൊക്കെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് ആ ഒരു സാധനം എടുത്തിട്ട് ഞാൻ പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ്, പലരും പറയുന്നത് നന്ദനയ്ക്ക് ഒരു വീട് എന്ന് പറഞ്ഞ പദ്ധതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ പറയുന്ന അല്ല അത് ആര് പറഞ്ഞാലും, അത് നിങ്ങളെന്നല്ല, ആര് പറഞ്ഞാലും ഞാൻ പറയുന്നത് നന്ദനയ്ക്ക് ഒരു വീടിന്റെ പദ്ധതിന്റെ ഒന്നും ആവശ്യമില്ല. 10-23 വയസ്സിൽ ഈ കുട്ടി സമ്പാദിച്ചതും ഈ പറയുന്ന നന്ദന എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും പലരും ലൈഫിൽ അച്ചീവ് ചെയ്യാത്ത കാര്യങ്ങളാണ്. അത്രയും ആ കുട്ടി ചെയ്തിട്ടുണ്ട്. സോ ആ കുട്ടിക്ക് ഒരു പദ്ധതിന്റെ ആവശ്യമൊന്നും ആ കുട്ടിക്കില്ല. പ്രത്യേകിച്ച് ഒരു പുതിയ പദ്ധതി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ആ കുട്ടിക്ക് എന്ത് ചെയ്തു കൊടുക്കും? ഇനി ഞാനും സിജോ നന്ദനേനെ എങ്ങനെ കണ്ടു, നന്ദന ഞങ്ങളെ എങ്ങനെ കണ്ടു, ഞങ്ങളുടെ റിലേഷൻ എന്താ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊരു നന്ദനയ്ക്ക് മാത്രമല്ല. നന്ദന എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ ഞാൻ ഒരു ലിറ്ററലി ഹാഫ് പാരലൈസ്ഡ് ആയിരുന്നു ബിഗ് ബോസിനകത്ത്. സ്നേഹം ഒന്ന് കണ്ടൊരു സീൻ. ആ സമയത്ത് ഈ പറഞ്ഞ നന്ദനയും സിജോവും ബാക്കി എല്ലാവരും ഉണ്ട്. ബട്ട് സിജോ നന്ദന എന്ന് പറഞ്ഞ 2 ഫാക്ടേഴ്സാണ് എന്നെ ഭയങ്കരമായിട്ട് അതിനകത്ത് ഹെൽപ്പ് ചെയ്തത്. അതിൽ തന്നെ സിജോ വരുന്നതിന് മുമ്പേ നന്ദന എന്ന് പറഞ്ഞ വ്യക്തി എന്നെ ടേക്ക് കെയർ ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ മൊത്തം ഞാൻ കൊണ്ടുപോകും. അതങ്ങനെയാണ്. അതിൻ്റെ മുകളിൽ അത് പൈസ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇത് കിട്ടിയാൽ അത് കൊടുക്കുക, അതൊന്നും നോക്കണ്ട. അത് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, നാളെ ഒരു 5-10 ലക്ഷം കൊടുത്തിട്ട് നോക്ക്. മനസ്സിലായ? അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടാണെങ്കിൽ എന്നോട് പറ. മനസ്സിലായില്ല? അല്ലാതെ വന്നിട്ട് മറ്റേ നന്ദനയ്ക്ക് ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ. എനിക്ക് നന്ദന എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററാണ്. സോ ഞാൻ എൻ്റെ സിസ്റ്ററിന് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പുറത്ത് ആരോടും റിവീൽ ചെയ്യേണ്ടതോ പറയേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് അങ്ങനെ ഒരു ടോക്ക് വരാൻ കാരണം അവിടെ ഈ നന്ദന എന്ന് പറഞ്ഞ വ്യക്തിയാണ് തുറന്നു പറഞ്ഞത്, എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, എനിക്ക് ഈ പണപ്പെട്ടി കിട്ടിയ അത് ആവശ്യമുള്ളൊരു കാര്യം. അല്ലാതെ അവിടെ ഒരു വ്യക്തികളും അത് ഓപ്പൺ ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പോയി എത്രയോ പേരോട് ചോദിച്ചിട്ടുണ്ട്, അവരാരും അത് പറയും. അപ്പോ സായിക്കുട്ട, നിന്റെ ഇമോഷന് ഞാൻ നല്ല വാല്യൂ തരുന്നുണ്ട്. അത് നീ അത്ര ഡൗൺ ആയിട്ടിരുന്നപ്പോൾ നിന്നെ ടേക്ക് കെയർ ചെയ്ത ഒരാളാണ്. നീ ലൈഫ് ലോങ് മൊത്തം അയാളുമായിട്ടൊരു ബോണ്ട് ഉണ്ടെങ്കിൽ, ഒരു സിസ്റ്റർ ബോണ്ട് നിനക്കുണ്ടെങ്കിൽ കീപ്പ് ചെയ്യുക. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ മണ്ടനായി പോയി അല്ലേ? പണ്ട് നീ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പറയത്തില്ലായിരുന്നു. ഇപ്പൊ നീ അതൊക്കെ പറയാൻ തുടങ്ങി. നീ കറക്റ്റായിട്ട് എന്താണ് നീ ആ സായി എന്ന് പറയുന്ന വ്യക്തി എന്താണ്? അവന്റെ മറ്റേ ചൊറിച്ചിലെല്ലാം പുറത്ത് വരുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ പറയുന്നുണ്ടല്ലോ 23 വയസ്സുള്ള നന്ദന ചെയ്ത അത്രയും കാര്യങ്ങളൊന്നും ഇവിടെ വേറെ ആരും ചെയ്ത് കാണത്തില്ല എന്ന്. വേറെ ആരും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. 23 വയസ്സായ എല്ലാരും, ബാക്കി എല്ലാരും നിന്റെ അടുക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടോ സായി നന്ദന ചെയ്ത കണക്കൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല.
നീ അങ്ങ് മറ്റേ അഡുപടല നീ ബാക്കിയുള്ളവരെ മറ്റേ പുച്ഛിക്കുന്നോണ്ട് ഞാൻ ചോദിച്ചതാ. നിന്റെ പുച്ഛഭാവം നീ കൈ വെച്ചോ, അത് വേറെ. നിന്റെ ഇമോഷണൽ സാധനത്തിനൊക്കെ ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. 23 വയസ്സുള്ള ബാക്കി ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നന്ദന ഇവിടെ ചെയ്ത് മറ്റേ ഹിമാലയം അവള് കീഴടക്കിയിട്ടുണ്ട് അല്ലേ? നിനക്കറിയാവോ? നീ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടും കാറിന് വെളിയിൽ ഇറങ്ങിയിട്ടും നോക്ക് 23 വയസ്സുള്ള പിള്ളേരൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ ഒരിക്കലും ഞാനൊക്കെ മറ്റേ സെറ്റപ്പാണ് 23 വയസ്സ് ഒന്നും പറയല്ല. പക്ഷെ 19 വയസ്സിലൂടെ പലതും നേടിയ ആളുകളുള്ള നാടാണ് ഈ കേരളം. മനസ്സിലായോ? നീ അതൊന്നും അറിഞ്ഞിട്ടില്ലേ? 23 വയസ്സിൽ പലതും ചെയ്യാത്ത ആളുകൾ, പെൺകുട്ടികൾ. ഇനിയിപ്പോ നീ അത് പറഞ്ഞോണ്ട് വരും, പെൺകുട്ടികൾ ആൺകുട്ടികളായിരിക്കും ചെയ്തത്. പെൺകുട്ടികൾ ഇവിടെ പലതും ചെയ്തിട്ടുണ്ട് 21 വയസ്സിലൊക്കെ. ബിസിനസ് ഒക്കെ നടത്തി വൻ ടീമുകളായിട്ടുണ്ട്. ഇതൊന്നും നിനക്ക് അറിയത്തില്ലേ? ഈ പടല ആട്ടുകാണല്ലോ നീ വന്നിട്ടിരുന്നിട്ട്. ഇതൊന്നും ഇല്ലായിരുന്നല്ലോ പണ്ട്. ഇപ്പൊ അങ്ങ് നീ തന്നെ പറയുന്നുണ്ട് നീ മറ്റേ ഇനി നോക്കിയും കണ്ടുവോ ചെയ്യത്തുള്ളൂ. പണ്ട് ഞാൻ ഒന്നും നോക്കാതൊക്കെ പറയുമായിരുന്നു. പണ്ട് പിന്നെ നീ നോക്കിയും കണ്ടോ ചെയ്തു. ഇപ്പൊ നീ എന്തുവാ പറയുന്നത്? നിന്റെ കയ്യിൽ നിന്ന് പോയി. നീ പ്രൊവോക്ഡ് ആയി. നീ ഒരു പൊട്ടനാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി പറയാൻ തുടങ്ങിയപ്പോ നിനക്ക് പൊളിഞ്ഞു. അതേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാ മനസ്സിലായത്, അല്ലാതെ കൂടുതലായിട്ടൊന്നും ഇല്ല. ഇല്ലെങ്കിൽ നീ ഇപ്പൊ ഈ വർത്താനം പറയത്തില്ല. നീ ഈ പെങ്ങളുട്ടിയെ പൊക്കിക്കോ, അതൊക്കെ നല്ലതാ. പക്ഷെ മറ്റുള്ളവരുടെ നെഞ്ചത്ത് മറ്റേ എല്ലാരും വെറും ഉണ്ണാക്കന്മാരാണെന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതങ്ങ് നീ മാറ്റ് കേട്ടോ. അത് മാറ്റ് നീ. നിനക്കുണ്ട്, ഇല്ലാന്ന് നീ പറയണ്ട. ഇല്ലെങ്കിൽ നീ ആദ്യമേ തന്നെ ഇരുന്ന് നീ ബാക്കി എല്ലാരെയും മറ്റും വെറും പുല്ല് വില ആ സാധനം നീ ചെയ്യത്തില്ല. അത് നീ നാട്ടുകാരെ ചെയ്തു. പക്ഷെ നിന്റെ സബ്സ്ക്രൈബേഴ്സും കൂടെ അത് കാണുന്നുണ്ടായിരുന്നു. അവരെയും കൂടെ വെച്ച് നീ ആ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ശരിയായില്ലടാ മോനെ. ഓക്കെ, നീ ഇപ്പൊ അവരെ പൊക്കാൻ വരുന്ന ചേട്ടന്മാരോടാ വന്ന് കമന്റ് ഇടും, എന്ത് തേങ്ങാന്ന് വെച്ചാൽ കാണിക്കും. പക്ഷെ അതിന് മുന്നേ ഒന്ന് ആലോചിക്കും, നിന്നെയും കൂടെ ഒക്കെ ഉൾപ്പെടുത്തിയാണ് അവൻ ഇത്രയും നേരം ഈ വീഡിയോക്കകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവൻ എനിക്ക് തോന്നുന്നില്ല വന്നിരുന്ന് മറ്റേ ഡയലോഗ് അടിക്കാൻ വരുമെന്ന്. ഇല്ലാത്തവര് വരും. കുറച്ചും കൂടെ ഒരു കുഞ്ഞൊരു സാധനം കൂടെ ഉണ്ടൊന്ന് കണ്ടുപോയിക്കോ. പിന്നെ എന്റെ ചേച്ചിന് ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ആണ്. ഫുൾ ടൈം അടിയാണ് ഞങ്ങള്. കണ്ടോ ഇടിയാണ്ടല്ലോ. പിന്നെ ഞാൻ ഇതിനിടയിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ ജിത്തുബായി നന്ദന തമ്മിൽ എന്താണ്? അത് അവര് തമ്മിലല്ല. ഞങ്ങള് സത്യം പറഞ്ഞാൽ എന്നാണ് പരിചയപ്പെടുന്നത്. അതെ, എന്റെ ബൊമ്മയ്ക്ക് പേരിട്ടുണ്ടായിരുന്ന ജിത്തുബായി എന്നാണ്. രാവിലെ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട് ആക്കണമെന്ന് പോലും ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. ജിത്തുബായി ഫ്രണ്ട് ആക്കണമെന്ന് പോലും തീരുമാനിച്ചിട്ടാ ഫ്രണ്ട് ജിത്തുബായി പറയുന്നത്. സായിക്ക് പിന്നെ എന്താണ് ഇവര് തമ്മിലുള്ള മറ്റേ സെറ്റപ്പ് എന്ന് അതാണ്. വന്ന് ഇറങ്ങി വൈകുന്നേരം ആയിട്ടില്ല, ഇന്നലെ രാവിലെ വന്ന് ഇറങ്ങി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവന് ഇപ്പൊ എത്ര പ്രാവശ്യം ചോദിച്ചു കാണും. ഈ വീഡിയോക്കകത്ത് അവൻ 2ാമത്തെ പ്രാവശ്യം ചോദിക്കുന്നത്. നല്ല മോനാ കേട്ടോ, നല്ല മാറ്റമാണ് നിനക്ക് വന്നിരിക്കുന്നത്. എന്താണെന്ന് ഈ ഒരു സാധനമാണ് ഇന്ന് രാവിലെ പരിചയപ്പെട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, രാവിലെ പരിചയപ്പെട്ട് രാത്രി ആയപ്പോഴത്തേക്ക് നന്ദന വളർന്ന ആങ്ങളെയാണെന്ന്. നന്ദന എന്താന്ന് വെച്ചാൽ ആയിക്കോ. നന്ദനയുടെ വർത്താനം നിങ്ങൾ കേട്ടല്ലോ. എന്താണ് പെണ്ണുമ്പിള്ള നിങ്ങൾ ഈ പറയുന്നതെന്ന്. സായിയുടെ വൈഫ് ആ കാരണത്തൊന്നും അവളെ ഇറക്കി വിടാഞ്ഞത് എന്തോ ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒന്നും ഞാൻ ഒരു കാര്യം പറയട്ടെ, അവളുടെ കുട്ടിത്തമായിരിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ എല്ലാവർക്കും ഒന്നും ആ സാധനം ഇന്ന് എനിക്ക് തോന്നുന്നു ജിത്തുബായിയൊക്കെ ഇന്ന് രാവിലെ കാണുന്നത്. സ്നേഹം ചിലപ്പോൾ ഇന്ന് രാവിലെ ആയിരിക്കും കണ്ടത്. ഇന്ന് രാവിലെ കണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരാളോട് പെണ്ണുമ്പിള്ള ഇങ്ങനെയൊക്കെ സംസാരിച്ച് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ക്വാളിറ്റിയും കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, ഇത്ര ഉള്ളൂ. അവള് ഇങ്ങനെയാണോ ഒരാളോട് രാവിലെ കണ്ട് വൈകുന്നേരം ആവുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കും, ഭയങ്കര കമ്പനി ആയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്. ചില നമ്മൾ അങ്ങനെ വേണം. പക്ഷെ വായിന്ന് വീഴുന്ന വാക്കുകൾക്കൊരു ക്വാളിറ്റി ഉണ്ടാവണ്ടേ? വേണ്ടേ? നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നമ്മൾ തെറി പറയും. അത് എങ്ങനെയായിരിക്കും നമ്മളൊരു ഫ്രണ്ടിന്റെ അടുത്ത് തെറി പറയുന്നത്? കണ്ടിന്ന് രാവിലെ പരിചയപ്പെട്ട് വൈകിട്ടായപ്പോഴത്തേക്ക് മൈ എന്ന് നമ്മൾ വിളിക്കുവോ? ഇല്ല, വിളിക്കത്തില്ല. പിന്നെ ആ ഒരു ബോണ്ട് വർക്കായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ തെറിയില്ല. അതൊരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ ഉള്ളതാണ്. പക്ഷെ ഇതെന്താ, സായിയെ വിളിക്കുവോ, സായിയായിട്ട് എന്ത് പറയുന്നോ അത് ഓക്കെ, അവർ നേരത്തെ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ കണ്ടവരോടാണ് അവൾ ഈ വർത്താനം പറയുന്നത്. അപ്പൊ അവളെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ലീവ് ഇറ്റ്, പോട്ടെ. അത് ഓരോ ആൾക്കാരുടെ സാധനം, അത് വിട്ടോട്ടെ. അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മൊത്തത്തിലൊന്നും ഇത്രയൊക്കെ കണ്ടാൽ മതിയല്ലോ. അത്യാവശ്യം ഞാൻ കുറച്ച് കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് സാധനമൊക്കെ ഉള്ളു കാണിക്കാത്ത. എനിക്ക് വയ്യ. സായിയുടെ കുറെ എന്തിനാ നിങ്ങൾക്ക് കാണണമെങ്കിൽ സായിയുടെ ചാനലിൽ പോയി കാണാം. അവിടെ കുറെ സായി വന്നതിന്റെ പുറത്ത് കുറെ അവിടെ കയറിയിരുന്നു. നല്ല വ്യൂസ് ഉണ്ട്, കയറി കാണുക. അത് സായിയുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്, അത് അവന് വേണം. ഓക്കെ, അത് ഞാനും ഒരു യൂട്യൂബറാണ്, എനിക്കത് പറയാൻ പറ്റും. അത് അവന് വേണം. അതിനകത്ത് ആരും പോയി മറ്റേ കൈയിട്ട് കളക്കേണ്ട കാര്യമില്ല. അവിടെ പോയി കാണുക. അതിനകത്ത് കുറെ പക്ഷെ കമന്റ് ബോക്സിൽ പറയുക, സംസാരിക്കുക. പക്ഷെ അതിനകത്തൊരു മാന്യതയുടെ അപ്പുറത്തേക്ക് കുറെ ചേട്ടന്മാർ വന്ന് മറ്റേ കമന്റ് ഇടുന്നുണ്ട്. അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കേട്ടോ. അത് വെറും അത് ശരിയല്ല. പ്രത്യേകിച്ച് അവന്റെ ഫാമിലിയൊക്കെ വെച്ച് പറയുന്നത് ഞാൻ പലപ്പോഴും എന്റെ വീഡിയോക്കകത്താണെങ്കിൽ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ പറയുന്നതല്ല, വേറെ കുറച്ച് ആൾക്കാരെ പറയുമ്പോഴത്തേക്ക് ഫാമിലിയെ, ഞാനും ചില ഫാമിലി കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്തൊക്കെ ചില ഫാമിലിയുടെ കുറച്ച്
മോശം സ്വഭാവത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനെ പറ്റി. പക്ഷെ ഒരിക്കലും ഞാൻ അതിനെ തെറി പറഞ്ഞിട്ടോ, പക്ഷെ ചില ആൾക്കാർ വന്ന് അതിനെയൊക്കെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. പിന്നെ എന്റെ എന്ന് വെച്ചിട്ട് ഞാൻ മറ്റേ മാന്യൻ അങ്ങനൊന്നും അല്ല ഞാൻ പറയുന്നത്, ഞാനെന്നല്ല കാനാച്ച തെറി പറയും. പക്ഷെ അത് ഇങ്ങനൊരു സ്ഥലത്ത് നിന്ന് എനിക്കത് സംസാരിക്കുന്നതിനോട് വലിയ താല്പര്യം പോരാ. അതുപോലെ തന്നെ ചില ഫാമിലിയോട് സംസാരിക്കുന്നതിനോട്, ചില ഫാമിലിയെ വെച്ച് സംസാരിക്കുന്നത് അതിനോട് എനിക്ക് വലിയ താല്പര്യം പോരാ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഒക്കെ ഇടാം. യോജിക്കാൻ പറ്റാത്തവർ എന്താണ് യോജിക്കാൻ പറ്റാത്തതിന്റെ ഉള്ള കാരണം കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള കമന്റ് ആണെങ്കിൽ നമുക്ക് സംസാരിക്കാം. എനിക്കും അറിയണം, ഞാനും പറയുന്ന എല്ലാം ഒന്നും ശരിയായിരിക്കുമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. തെറ്റുകളുണ്ടെങ്കിൽ എനിക്കും അത് അറിയണം. അത് അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബിഗ് ബോസ് മാത്രമല്ല പല റിയാക്ഷൻ സാധനങ്ങളും ഞാൻ ചെയ്യും. അതും കൂടെ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നിങ്ങൾ ഇട്ടിട്ട് പോയി എന്തിനാ വെറുതെ, അതിന്റെ ആവശ്യമില്ലല്ലോ. ഇഷ്ടപ്പെടുന്നവർ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ.